വീഡിയോ തുടങ്ങണ്ടേന്നോ എങ്ങനെയാണ് ഇതാക്കേണ്ടതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ 3-4 ദിവസമായിട്ട് നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ല. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. നമ്മുടെ നാട്ടിലുണ്ടായ ദുരിതത്തിൻ്റെ ഒരു ഇത് തന്നെയാണ്. നമുക്ക് ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ മെസ്സേജ് ചെയ്യേണ്ടത് നിങ്ങൾ സേഫ് അല്ലേ, നിങ്ങൾ വീഡിയോസ് ഒന്നും കാണാനില്ല, എന്താ നമ്മൾ ഇൻസ്റ്റയിലോ നമ്മൾ യൂട്യൂബിലോ ഒന്നും വീഡിയോ ഇട്ടിരുന്നില്ല, ഒന്നും ഇട്ടിരുന്നില്ല 3-4 ദിവസമായിട്ട്. എന്താ വെച്ചാൽ നമ്മുടെ നാടിനുണ്ടായ ഇത്രയും വലിയൊരു ദുരന്തം, ഇത്രയും വലിയ നമ്മൾ ഓർമ്മ വെച്ചതിൽ ഇത്രയും വലിയ ദുരിതം ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ കേൾക്കുന്നതും കാണുന്നതും. നമ്മളറിയില്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു എന്താ വെച്ചാൽ നമ്മളൊക്കെ ഇപ്പോൾ ആദ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത്ര ടി വിയിലോ ഇൻസ്റ്റയിലോ യൂട്യൂബിലോ വരുമ്പോൾ ഒന്ന് കണ്ടിരുന്നു. ഇപ്പം എല്ലാതും നമ്മളിങ്ങനെ കാണണം. കാണാതിരിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. അത് കൂടുതൽ നമുക്കത് കണ്ട് കഴിക്കുമ്പോൾ പിന്നെ ഇപ്പം എല്ലാവരും പറഞ്ഞു മുല്ലപ്പെരിയാർ പൊട്ടും അങ്ങനെ പൊട്ടുകളുണ്ടാകുമ്പോൾ അപ്പം ആ ദുരന്തവും നമുക്ക് രാത്രി ഉറങ്ങുമ്പോൾ നമ്മളെ മക്കളെ നമ്മൾ കെട്ടിപ്പിടിച്ചെടുക്കും. നമുക്ക് പേടിയാണ് രാത്രി കഴിഞ്ഞ് നിമിഷത്ത് പൊട്ടിയാലും നമ്മുടെ മക്കൾ ഒക്കെ അതൊക്കെയാണ് നമ്മുടെ ടെൻഷനും കാര്യം. അപ്പം അവിടെ ഉണ്ടായ പോലെ നമ്മളുടെ ലൈഫിലുണ്ടാകുമ്പോൾ നമ്മുടെ മക്കൾ ഇങ്ങനെ എന്താ പറയുക കണ്ടു നിൽക്കാവുന്നേക്കാളും അപ്പുറമാണ് ആ ഒരു ദുരന്തം കേട്ടോ. ഭയങ്കര വലിയൊരു ദുരന്തവും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ ഉള്ളൂ. ആരുടെ കാര്യത്തിലായാലും അവരുടെ കാര്യത്തിലും നമ്മുടെ കാര്യത്തിലും പ്രാർത്ഥിക്കാം. ജീവിതത്തിന് സമാധാനം നഷ്ടപ്പെട്ടു എന്നുള്ളതിന്റെ ഫുൾ തെളിവാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് അവിടെ ഉരുൾപൊട്ടല്, ഇനിയിപ്പോ ഇവിടെ മുല്ലപ്പെരിയാർ അങ്ങനെ, പിന്നെ തൃശ്ശൂർ ജില്ലക്ക് വേറൊരു അവാർഡും കൂടി ഉണ്ട് ഇപ്പൊ. അത് 3ാം സ്ഥാനത്ത് ഉരുൾപൊട്ടലിന്റെ അതിന്. അത് അല്ല നമ്മള് ഇതൊന്ന് കേട്ടത് അറിവാട്ടാ, നമുക്ക് കറക്റ്റ് അറിഞ്ഞിട്ടല്ല. അല്ല അത് എവിടെ ആയാലും ആർക്കായാലും നമുക്ക് അത് വിഷമം തന്നെയാണ്. ഒരുപാട് മക്കൾ അനാഥകളായിട്ടുണ്ട്, ഒരുപാട് കുട്ടികൾ. അപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുക. ഒരുപാട് ആൾക്കാർ ഭാര്യ ഭർത്താക്കന്മാരായാലും ഒരുപാട് ആൾക്കാർ മുന്നിൽ വരുന്നുണ്ട്. നല്ല കാര്യം എന്താ വെച്ചാൽ അവിടെ ഇവിടെ ഇട്ടിട്ട് നരകിപ്പിക്കുന്നേക്കാളും ചിലപ്പോൾ ഒരു പക്ഷേ നല്ലതല്ലേ. നമ്മൾ ബന്ധു വീട്ടിൽ നല്ലവരുണ്ട് ചീത്തവരുണ്ട്. അല്ലാണ്ട് ചിലപ്പം അവിടെ അവർക്കൊരു ഭാരമാവണേക്കാളും നല്ലതല്ല. അവരെ സ്നേഹിച്ചിട്ട് മക്കളില്ലാത്തവരാരെങ്കിലും കുട്ടിയോട് കിട്ടുകയാണെങ്കിൽ അവർ സ്നേഹിച്ച് വളർത്തുകയെങ്കിൽ ഏറ്റവും നല്ലത് അതായിരിക്കില്ല. ഉള്ളവരുണ്ട് കേട്ടോ. നമുക്കും ഏറ്റെടുക്കണോട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കുളിക്കൽ കുണിക്കലും ഇപ്പോൾ ഒരാളുടെ വളർന്നോണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഗവൺമെൻറ് പറയുമല്ലോ ഇത്ര മുതൽ അവരുടെ പേർക്ക് എഴുതി കൊടുക്കണം ഇങ്ങനെ, അതൊന്നും നമ്മുടെ കയ്യിലില്ല. ഇപ്പം കുണിക്കനായിട്ട് കുണിക്കിന് നോക്കണം, നമ്മളൊന്നും അവർക്ക് പേരിൽ എഴുതി കൊടുത്തിട്ടൊന്നുമല്ലല്ലോ. അപ്പം അങ്ങനെ ഒരു കുട്ടീനെ കിട്ടിയാലും ഇപ്പം നമ്മൾ ഉള്ളതിൽ അവർക്ക് കൊടുക്കുന്ന ഒരു ഓഹരി ആ കുട്ടിക്ക് കൊടുത്ത് നോക്കാൻ നമുക്കും ഒരു വിഷമില്ല കേട്ടോ, സത്യമായിട്ടും. പക്ഷേ നമ്മളിതിന് മുന്നേ നിൽക്കാതെ എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ പറയേണ്ട അവനാക്കണമെങ്കിൽ കാശ് അല്ലെങ്കിൽ സ്ഥലം എന്തെങ്കിലും കുട്ടിക്ക്, നമുക്ക് അതൊന്നും നമ്മുടെ കയ്യിലില്ല. നമുക്ക് ഉള്ളത് ഈ ഒരു വീട് തന്നെയാണ്. അപ്പൊ അത് തന്നെ ലോണും കാര്യങ്ങളാണ്. ജീവിച്ചിരിക്കുന്നവർക്കും അതായത് പ്രാർത്ഥനയിൽ മാത്രമാണ് നമുക്ക് അതിൽ പങ്കെടുക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റുന്നുള്ളൂ. അതായത് എല്ലാം കൊണ്ടും ജീവിച്ചിരിക്കുന്നവരായാലും മരിച്ച വീട്ടുകാർക്കും അതിനൊരു സമാധാനം ഇതൊക്കെ കിട്ടണ്ടേ. എന്താ വെച്ച് കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരുണ്ടാ കൂട്ടത്തില്, അതാണ് ആ ഓരോ ഞങ്ങളോട് കൂട്ടി വേണ്ട എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ഷെബി പൊന്നും ഞങ്ങൾ കൂടിയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞങ്ങളോട് പറ്റി ചെറുതട്ടാ, നമുക്കൊരിക്കലും വലിയൊരു ബാധ്യതകളൊന്നും നമുക്ക് ഏറ്റെടുക്കാനില്ല. നമ്മളെ എന്താ പറയുക കഷ്ടപ്പെട്ട് പോണ ഫാമിലിനെയാണ്. അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിപ്പോൾ നമുക്ക് ഈ ആശുപത്രി രാഷ്ട്രങ്ങളിൽ പോയിട്ടുള്ള കാശും കാര്യങ്ങളും ഓരോ ട്രിപ്പ് പോകുമ്പോൾ ലക്ഷോറിൽ പോയി. അപ്പം ഇങ്ങനെ ഓരോ ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് ഈ 10,000 നമുക്ക് ഒരുപാട് സാലറിയുള്ള ആൾക്കാരുള്ളൂ. പിള്ളേരിൽ നിന്ന് നമ്മൾ അതിനും അങ്ങോട്ട് മാറ്റി വയ്ക്കണം മെഡിസിൻ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ കമ്മിയാണ്. അപ്പം നമുക്ക് ചെറുതായിട്ട് ആരോഗ്യം ഇപ്പം കുണുക്കൻ കുണിക്കുകഴിഞ്ഞാൽ കുണുക്കൻ കുണിക്ക് കാർത്തുക്ക് 3 ആൾക്ക് വേണ്ടിയിട്ട് 3 ആൾ ഡോക്ടർ ഒരു ഡോക്ടറെ കാണിക്കുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു 10,000-2,000 രൂപ ചിലവാ, ചിലവിനല്ല പറഞ്ഞു. അപ്പോൾ ഇതിലുള്ളതെന്നാണ്. അപ്പോൾ നമ്മളതിൻ്റെ കുറച്ചുള്ളെങ്കിലും എന്തെങ്കിലും നമ്മളോട് പറ്റണതൊന്ന് ചെയ്യും നമ്മൾ. അപ്പം അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് വെച്ചിട്ടുണ്ട്, കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്താ ചെയ്യുന്നത്. അപ്പോൾ അവർ നമുക്ക് പറ്റണം. നമ്മൾ ഒരുപാടൊന്നും നമുക്ക് പറ്റില്ല. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യം പറയും. പിന്നെ മാത്രമല്ല സത്യമാണ്, നമുക്ക് ഓരോ വീഡിയോസ് കാണുമ്പോഴാണ് നമുക്കൊരു പ്രചോദനം വരുന്നത്. സത്യം. ഇപ്പോൾ ഞാൻ 2-3 ആൾക്കാരുടെ വീഡിയോയിലാണ് നമുക്ക് ചെയ്യണമെന്നുണ്ട് എങ്ങനെ ചെയ്യും എന്ത് ചെയ്യും എന്ന് പറയാൻ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് മറ്റുള്ളൊരു വീഡിയോയിൽ നിന്നാണ്. ഇപ്പോൾ ഒരാൾ വീഡിയോ ഇടുമ്പോൾ അതിന് നെഗറ്റീവ് പറഞ്ഞ് നിങ്ങളിപ്പോൾ ഈ സമയത്ത് കൊടുക്കണത് വീഡിയോ ഉണ്ടോ, അതങ്ങനെയല്ല. നിങ്ങളതിന് ചിന്തിക്കരുത്.
കൊടുക്കണത് എങ്ങനെയാന്ന് അറിയാണ്ടിരിക്കുമ്പോ കൊടുക്കും. അത്ര അതാ സത്യം. ഒരു മോട്ടിവേഷൻ അല്ല, അതാണ് ഒരാൾ ചെയ്യുന്നതാകുമ്പോൾ മറ്റൊരാൾക്ക് ചെയ്യാനൊരു മോട്ടിവേഷൻ. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഒരാൾ ചെയ്യുമ്പോൾ അത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പറയല്ലോ, ഒരു തുണിക്കടക്കാരൻ ചെയ്യണതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ട്. അത് വേറെ ഒന്നുമല്ല, അയാൾ പറഞ്ഞ വാക്ക്, അയാൾ വന്നു എനിക്ക് ഇനി ഉണ്ടാക്കാമല്ലോ എന്ന്. അപ്പോൾ അയാൾ അവിടെയുള്ള സ്റ്റോക്ക് മൊത്തം കൊടുത്തേക്കാണ് വയനാട്ടിൽ. അപ്പോൾ അയാൾ ഫുൾ കാര്യം ശരി അയാൾ പറയും എനിക്ക് ഇനി ഉണ്ടാക്കാമല്ലോ എന്ന്. സത്യല്ലേ, നമ്മൾ ജീവനോടെ ഉണ്ടല്ലോ, നമുക്ക് മക്കളും നമ്മുടെ കൂടെ ഉണ്ട്, നമുക്ക് എല്ലാണ്ട് ജീവൻ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അവളെന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാണ്ട് എന്താ പറയാ, ഒരു എന്താ പറയുക അവസ്ഥ ഒന്ന് ആലോചിച്ച്. അതിന്റെ പുറമെ ഇത്രയും ദുരന്തം ഉണ്ടായോടത്ത് ഈ നേവിക്കാരായാലും പട്ടാളക്കാരായാലും എല്ലാവരും ആ ഒരു പ്രയത്നം അത് തീർത്തും വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു വീട് വലിച്ചു വരുന്നത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ഒതുക്കാൻ, നമ്മളെങ്ങനെ ചെയ്യുന്ന പകച്ചിങ്ങനെ നിമിഷം നമ്മളെല്ലാം വീട്ടമ്മമാർ വീട് ഒന്നിന് കൂടുതൽ നമ്മുടെ വീട് വലിച്ചു വരട്ടെ എവിടെ നമ്മൾ തുടങ്ങി ചില ഒതുക്കി വരുത്തിയൊക്കെ നമ്മൾ തുടങ്ങുമ്പോൾ ഒന്നും കാണാനോ ഒരു തരിശുഭൂമിയുടെ അടിയിലാണ് ഈ വീടുകളും മനുഷ്യന്മാരൊക്കെ കൂടി. അതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ ഓരോരുത്തരെ രക്ഷപ്പെടുത്തി കൊണ്ടിട്ടാണ് ഇവിടെ ശരിക്കും അവർക്ക് സല്യൂട്ട് ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് തോന്നുന്ന കാര്യമാണ്. അവർക്ക് വേണ്ടി എന്താ വെച്ചാൽ അവർക്ക് ഞാൻ ചോദിച്ചു ഭക്ഷണമോ വെള്ളമോ ശരീരമോ കറക്റ്റ് ചെയ്തിട്ട് ഉറക്കം പോലും ഇല്ലാണ്ട് അവരതിനെ എടുത്ത് കഷ്ടപ്പെടണം. അവർ നമ്മളൊക്കെ എല്ലാവരും വീട്ടിൽ അത് സേഫ് അല്ല. എപ്പോഴാണെങ്കിൽ ഇനിയും പൊട്ടാ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളൊരു പാടത്തെ വരമ്പത്ത് നിക്കണ മാതിരിയാണ്. അപ്പുറം ഇപ്പുറം വെള്ളം, അതിന്റെ മരത്തിന്റെ ചോട്ടിലാണ് ഈ നിക്കണത്. അവിടെ ചെറിയൊരു തെണ്ട് മാത്രമേ ഉള്ളൂ. അവിടുന്നൊക്കെ എന്തെങ്കിലും ഒന്ന് ഒലിച്ചു പോയാൽ അവരുടെ എത്ര ആൾക്കാരാച്ചുണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരായിട്ട് അങ്ങനെ നിക്കണ്. ഇതൊക്കെ ഒരു സംഭവം കേട്ടോ. അത് തീർത്തും പറയണേ, എല്ലാവരുടെയും സഹകരണമാണ് ഇത്ര ആൾക്കാരെ രക്ഷപ്പെടുത്താനും പിന്നെ മരിച്ചവരുടെ ബോഡി കിട്ടാനും എല്ലാത്തിനും സഹകരണം അല്ലാത്തൊരു ഇതല്ല. കഷ്ടപ്പാട് കേട്ടോ. ആ ചെറിയ കുട്ടികളെയൊക്കെ എടുത്തു കൊണ്ടുവരുമ്പോ അവരുടെ മക്കളേറ്റും ഭക്ഷണം കഴിക്കണ അവരുടെ അടുത്തോണ്ട് അതിലൊരു മോന്റെ കാലിന്റെ പത്തിലോടെ മുറിഞ്ഞിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ ഞാൻ നമുക്ക് കാർത്തൂന് കൊടുക്കിന് കാണുന്ന പോലെ നമുക്ക് കുഞ്ഞുമക്കളാണ് നമുക്ക് കാണുന്നത്. ഉദ്യോഗസ്ഥന്മാര് അത് അവരുടെ മക്കളെ ചേർത്ത് പിടിച്ച മാതിരി സംഭവം അത് ഭയങ്കരമായിട്ട് നമുക്ക് നെഞ്ചു പൊട്ടിപ്പോ. അത്രയും ഇവിടെ അവസ്ഥയാണ്. എന്തായാലും ഇനി ഇതേമാതിരി ദുരന്തങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക, അത്രേ പറയാൻ പറ്റുള്ളൂ. അതിന്റെ വലിയ ദുരന്തം ഇപ്പൊ നമ്മൾ കേട്ടറിവ് മുല്ലപ്പെരിയാറ് അത് കൊറേ വർഷം 6 ജില്ലകളാണ് പോവാന്ന് പറയണത്. അത് പറച്ചിലല്ല, അതൊന്നും പൊട്ടാതിരിക്കട്ടെ, അത്രയാണ് പറയാൻ പറ്റില്ല. ഇത്രയും വർഷമായിട്ട് ഇപ്പൊ അതിനെ കുറിച്ച് ഇങ്ങനെ പൊട്ടും ഓരോ മഴക്കാലം വരുമ്പോൾ അത് പൊട്ടും അല്ല. അത് അതിന്റെ ബാക്കി ഭാഗങ്ങൾ എന്താന്ന് നമുക്കറിയില്ല കേട്ടോ. അത് വേറെ ഒരു പരിഹാരം ഇല്ലാണ്ടിരിക്കും, ഒന്നിനും ഒരു പരിഹാരം ഇല്ലാണ്ടിരിക്കില്ല ലോകത്ത്. ഒന്നിനും ഒരു പരിഹാരം ഇല്ലാണ്ടിരിക്കും. പക്ഷെ ആ ഒരു പരിഹാരം ആരും ഒന്നും ചെയ്യുന്നില്ല. അതിന് വേണ്ടി മുല്ലപ്പെരിയാർ മഴക്കാലത്ത് മാത്രം പൊന്തി വരുന്നൊരു വിഷയമാണ്. അല്ലാത്തപ്പോൾ ഈ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ സംഭവം ഇല്ല നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഒന്ന് പൊന്തി വരും മഴക്കാലം ആകുമ്പോൾ. പിന്നെ ഇതില്ല. നമ്മുടെ ഇത്രയും 34 ലക്ഷം പേരോ 40 ലക്ഷം പേരെന്നൊക്കെ പറയണത്. ഈ 40 ലക്ഷം പേരുടെ ജീവന് യാതൊരു ജീവൻ പോയ ബാക്കിയുള്ളവരെ എങ്ങനെ ജീവിക്കും? അത് അല്ല, ജീവൻ ബാക്കി വന്നാൽ അത്രയും ബാക്കിയുള്ളവരെ എങ്ങനെ ജീവിക്കും? അപ്പൊ അതായത് കേരളത്തിന്റെ 3/4 ഭാഗം അതിന് വെടുപ്പാവുന്നാണ് നമ്മളറിഞ്ഞറിവ്. അത്രേ ഉള്ളൂ. നമ്മളിപ്പോ ഷെയർ ചെയ്യാൻ നമ്മുടെ ഒരു ഇതല്ല, നമുക്കറിയില്ല. നമുക്കെല്ലാവർക്കും എല്ലാവരും ജീവൻ വിലപ്പെട്ടതാണ്. എല്ലാവരും നമുക്ക് സത്യം രാത്രി ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമുക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായി നമ്മുടെ മക്കളാണ് ഏറ്റവും കറണ്ട് പോയാൽ പോലും നമുക്ക് ആ ഇരുട്ടത്ത് നിൽക്കാനുള്ള ഒരു അവസ്ഥ നമ്മളെന്താന്നുള്ളത് ഇപ്പോൾ ഓരോ നിമിഷം കറണ്ട് പോകുമ്പോൾ നമ്മൾ അനുഭവിക്കും. ഇപ്പൊ കൂടുതൽ ടെൻഷനായിട്ട് അനുഭവിക്കും. അപ്പൊ അവിടുത്തെ അവസ്ഥ എന്താന്നുള്ളത് നമുക്ക് ഈ TV-യിൽ കാണുന്നതല്ല അതിന്റെ രൂപം എന്നുള്ളത് അവിടെ പോയവര് പറയുന്നുണ്ട്. അപ്പൊ എന്താ നമ്മളോട് ജീവിത രൂപേണ നമുക്ക് താങ്ങാവുന്നതിന് അപ്പുറമാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ 2 പ്രാവശ്യം പുറത്തിറങ്ങി വെച്ചാൽ വേറെ ഒന്നുമല്ല. നമ്മള് പെട്ടെന്ന് ഉണ്ടായിരുന്നില്ല, പലചരക്കും സാധനങ്ങളും ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഷെബിയുടെ വണ്ടി ടെസ്റ്റിന് കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിട്ട് വണ്ടിക്ക് ഓരോരോ സിഗ്നലുകൾ വന്നു തുടങ്ങി. ടെസ്റ്റിന് കൊടുക്കാൻ പറ്റുന്ന സർവീസിനോ 30 സർവീസിലാണ് കൊടുക്കാൻ പറ്റാണ്ട് കുറച്ചാളായി നടക്കും. അപ്പോൾ അത് കൊണ്ടു കൊടുക്കാൻ പോയി. അപ്പോൾ 2 വണ്ടി പോവാണ്. അവൻ്റെ വണ്ടി അവിടെ കൊണ്ടിട്ടു. അവർ പോയിട്ട് ഞങ്ങൾ അവരുടെ അടുത്ത് പോന്നു.
പിറ്റേ ദിവസം വീണ്ടും സർവീസിൻ്റെ ആ വണ്ടി എടുക്കാൻ മുമ്പ് ഞാൻ പോയി. അപ്പോൾ പോയി വരുമ്പോൾ നമ്മൾ നെക്സ്റ്റ് സാറിൽ നമുക്ക് വീട്ടിലേക്ക് ഒരാഴ്ചയുടെ തിരുമ്പാലും പറ്റുന്നില്ല, മഴയും കാര്യങ്ങളൊക്കെ അല്ലേ. തിരുമ്പാളതെല്ലാം കഴിഞ്ഞു എല്ലാം. എന്താ പറയുക, ഞങ്ങൾ ദിവസം മേടിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു ഞായറാഴ്ച ഭയങ്കര ഓഫറാണ് ചേച്ചി, ഒന്നും എടുക്കണ്ടിട്ട് അന്ന് എടുത്തില്ല. നമുക്ക് ഞായറാഴ്ച പോകാൻ പറ്റിയില്ല. ഞായറാഴ്ച നമുക്ക് മഴയും കാരണം നമ്മൾ പോയില്ല. ഓഫറും ഉണ്ടായില്ല, നമുക്കൊന്നും മേടിക്കാനും പറ്റിയില്ല. ഒക്കെ കാലി. എല്ലാ സാധനം അരി മാത്രമേ ഉണ്ട്, ബാക്കി എല്ലാം ഓയിൽ കഴിഞ്ഞു, വെളിച്ചെണ്ണ കഴിഞ്ഞു, എല്ലാ സാധനവും. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയില്ല കേട്ടാ. നിങ്ങളും എന്താ വീടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു, എല്ലാവരും സേഫായിട്ട് എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. നമ്മളെത്ര സേഫാന്ന് പറഞ്ഞാലും മറ്റുള്ളവരിങ്ങനെ അവരിന്ന് കാണുമ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ കണ്ടിട്ടാണ് കേട്ടോ ചീത്ത പറയുന്നത്. പിന്നെ നീ അത് ഓഫ് ചെയ്ത് വെച്ചാൽ നീ നമ്മൾ കണ്ടിട്ട് നമുക്ക് കൂടുതൽ എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ അങ്ങടെ ആലോചനകൾ വരിക. പിന്നെ ഇനി ഉണ്ടാവാനുള്ള കാര്യങ്ങൾ അപ്പൊ ദൈവം ഒരു വിധി നമുക്ക് തന്നിട്ടുണ്ട്. അതുവരെ നമ്മൾ പരമാവധി ശ്രദ്ധിച്ച് സമാധാനമായിട്ട് ജീവിക്കുക, അത്രേ പറയാൻ പറ്റുള്ളൂ. നമുക്കൊരു വരം തന്നിട്ടുണ്ടാവുമല്ലോ എത്ര സമയം ഉണ്ട് എന്നുള്ളത്. അതുവരെ അല്ല കുണിക്കാൻ അങ്ങോട്ട് അപ്പുറം ഞങ്ങൾക്ക് ടെൻഷനാണ്. പതിവില്ലാത്തതൊക്കെയാണ് കുടുക്കൻ, അതായത് നടുക്കില് കിടക്കണം. എന്നിട്ട് അതായത് ഞാന് കുണിക്ക് അതിനേട്ടൻ കുണുക്കൻ ഇങ്ങനെ എടുക്കാറ്. ചില ദിവസം ഇവ വന്നിട്ട് ഇന്റെ ഇപ്പുറത്ത് എടുക്കും. അപ്പൊ കുണുക്കൻ ഞാൻ കുണിക്കാനായിട്ട് അങ്ങനെ കിടക്കുന്ന ദിവസം എനിക്ക് ഭയങ്കര ടെൻഷൻ. എന്താ വെച്ചാൽ തെറ്റത്ത് കിടക്കുമ്പോൾ ഈ കൈയോണ്ട് ഇങ്ങനെ നേരം എടുക്കണം പിടിച്ചെടുക്കുന്ന അവസ്ഥ. എന്താ വെച്ചാൽ വീഴോ തലടിച്ച് താഴത്ത് വീഴോ പറഞ്ഞാലും എടുക്കില്ല അപ്പുറത്തേക്ക്. അപ്പോൾ അങ്ങനെ ടെൻഷൻ അടിച്ച് ഉറങ്ങാൻ പറ്റാറില്ല. മിക്ക ദിവസം അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കും. ഇന്നലെ കുണിക്ക് നേരത്തെ ഉറങ്ങി. അപ്പം അച്ഛനോട് കുണിക്കിനെ അങ്ങോട്ട് നീക്കി എടുത്തിട്ട് അച്ഛപ്പുറത്ത് നിങ്ങൾ രണ്ടാളുടെ നടുവിൽ എന്താ ഇങ്ങനെ പറയണേ, എന്താ ഇങ്ങനെ പിടിച്ച് കെട്ടിപ്പിടിക്കണ്. അത് അപ്പൊ ഒരു വിഷമത്തിലാണ് നമ്മൾ ഇന്നലെ ഉറങ്ങാൻ കിടന്നത്. അല്ല അവിടെ പൊട്ട് ഇവിടെ പൊട്ടെന്ന് പറയണ കൂട്ടത്തില് നമുക്ക് എന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ലല്ലോ. വാ കാലത്ത് വാ. ഒന്ന് വിളിച്ചോ, എങ്ങനെ വിളിക്ക, ഒന്ന് വിളിച്ചേ, ഒന്ന് വിളിച്ചേ. മുമ്പ് വേണ കുടിച്ചോ. പച്ചവെള്ളൊന്നും കുടിക്കില്ല അല്ലേ? ചായ വേണോ? അമ്മ തരുന്നില്ല. അപ്പൊ അമ്മ തരടാൻ്റെ കുടിക്കുന്നു. കൊമ്പങ്കാട്ട് കോയേ ഇങ്ങോട്ട് വാ. ഇതൊക്കെ എന്തത്? വാ പോയിക്കോട്ടാ. ബൈ. മാമനൊക്കെ വിളിച്ചിട്ട് അപ്പൊ അങ്ങനെ അപ്പൊ വരാനൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ ടെൻഷൻ. ഇങ്ങനെയുള്ള ടെൻഷൻ ഇങ്ങനെയാണ് ഈ ആൾക്കാരുടെ മുഖം. ഇതേപോലുള്ള അപ്പുറത്ത് വയനാട്ടിലുള്ള കുട്ടികളെ കാണുമ്പോഴും ഇതൊക്കെയാണ് നമ്മുടെ നെഞ്ചെടുപ്പും നമ്മുടെ വേദന. നമുക്ക് എപ്പോഴും കരഞ്ഞിരിക്കാനും വിഷമിച്ചിരിക്കാനും വിഷമങ്ങൾക്ക്. പക്ഷേ ഓരോ നിമിഷം നമ്മൾ നെഞ്ചത്തുണ്ടാവുന്നൊരു ഇങ്ങനെ ഫോൺ എടുത്തതിനൊരു പടപ്പടപ്പാണ് ഓരോ കൂടി. ഇപ്പം ഒരു കുട്ടി ഇപ്പോൾ രാവിലെ വെച്ചിട്ട് ഞാൻ പൊന്നു ഷേപ്പിൽ ഇന്നലെ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു. പക്ഷെ അത് ആ കുട്ടിയുടെ സംസാരം ഇന്ന് ഞാൻ കേട്ടത് ശരി. എൻ്റെ ഏട്ടൻ ഇങ്ങനെ ഭിത്തിയുടെ ഉള്ളിൽ പെട്ടിട്ട് രക്ഷിക്കാൻ പറ്റിയില്ല. ആ നേരം കൊണ്ട് അച്ഛനെയും അമ്മേനെയൊക്കെ നോക്കിയോളൂ എന്ന് ആ കുട്ടി പറഞ്ഞു. ആ കുട്ടി മരിച്ചു നമ്മളെ. ഞാൻ ഒരു മരണം മുന്നിൽ കാണുമ്പോൾ ഇങ്ങനെയാണ് ആ കുട്ടിക്ക് അതൊക്കെ പറയാൻ പറ്റി.
അല്ലേ? മരണം മുന്നിൽ കണ്ടല്ലോ, അവർ രക്ഷപ്പെട്ടു. അവൻ മാത്രം എൻ്റെ ഉള്ളിൽ വീണ്ടും ഭിത്തിൻ്റെ ഉള്ളിൽ പെട്ടു, കുട്ടിയുടെ കഴുത്ത് കുടുങ്ങിയതിൻ്റെ ഉള്ളിൽ. അപ്പം അവന് കയറാൻ പറ്റുന്നുണ്ട്. അവൻ മരണത്തിന് അച്ഛനും അമ്മേനൊക്കെ നോക്കിയോളൂ. ഇങ്ങനെ ആ കുട്ടിക്ക് മരണം കണ്ടിട്ടില്ലേ അപ്പോൾ ആ ഒരു അവസ്ഥ പെട്ടെന്ന് പോണ പോലല്ല അല്ലേ? മരണം ഇങ്ങനെ കാണേണ്ട ഒരു അവസ്ഥ. ഒറ്റയടിക്ക് അങ്ങോട്ട് അല്ല, മരിക്കാണത് മരിക്കാം, എന്നാലും അതൊരു ഒറ്റയടിക്ക് പോകണ കുഴപ്പമില്ല. ഇതിങ്ങനെ മരണം ഇങ്ങനെ മുന്നിൽ കാണുന്ന വെള്ളം വന്നും അതിൻ്റെ ഉള്ളിൽ മുങ്ങി ശ്വാസം മുട്ടിക്ക് മരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അർജുന്റെ അവസ്ഥ എന്താണോ അതങ്ങനെ എല്ലാവരും. ഇവിടെ വലിയൊരു കേസാണ് അർജുൻ അങ്ങനെ പോയി. പിന്നെ ഈ കൂട്ടത്തില് എന്താ വെച്ചിങ്ങ ഇതേമാതിരി ബോബി ചെമ്മണ്ണൂര് അല്ലേ, അതേമാതിരി ഒരുപാട് ആൾക്കാര് ഇതിന് സഹകരിച്ച് നമുക്ക് എത്ര ഏക്കർ കണക്കിന് ഉണ്ടായിട്ടും കാര്യമില്ല. കൊടുക്കാനുള്ളൊരു മനസ്സ്, അതാണ് ഏറ്റവും വലുതല്ലേ. നമ്മൾക്ക് ഇപ്പം നമ്മുടെ മനുഷ്യന്മാരുടെ സ്വഭാവം തന്നെ ഒന്നുമ്പോൾ രണ്ടാക്കണം, രണ്ടുമ്പോൾ മൂന്നാക്കണം, രണ്ടുമ്പോൾ അങ്ങനെ ചിന്തിച്ച് വരുത്തണ, അങ്ങനെ കൂട്ടാനോ എന്നുള്ള ആർത്തി പിടിച്ച മനുഷ്യന്മാരുടെ ലോകത്തിനെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരാൾക്ക് 10 രൂപ കൊടുക്കില്ല, അങ്ങനെയുള്ള ആൾക്കാരും ഈ ലോകത്തുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ആയാലും എല്ലാവരും അത് അല്ല, നമുക്കറിയാവുന്ന കല്യാൺ ജ്വല്ലറിക്കാര് അങ്ങനെ എല്ലാവരും പരമാവധി സഹകരിച്ച് അവരോട് പിന്നെ വലിയൊരാളുടെ പേര് ഇതൊന്നും വരുന്നില്ല. വലിയൊരു കല്യാണം ഇപ്പൊ എത്രയാണ്ട് കോടിയുടെ നടത്തിയില്ലേ, കോടികളിൽ കൊടുത്ത ഒന്നും നഷ്ടപ്പെടാൻ പോലല്ലേ. നമുക്ക് പറഞ്ഞല്ലേ അന്നത്തിന് പിടിയും പിടിക്കാത്ത ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ ചിലപ്പോ അവര് കൊടുക്കണ്ട, അത് പേര് പറയാണ്ട് വായിക്കൂടാതെ അറിയില്ല. എന്തായാലും ഉള്ളവര് കൊടുക്കുമ്പോ എന്താ ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് അവർക്ക് വീടും കാര്യങ്ങളാക്കി കൊടുക്കും. ഇത് എല്ലാതും കിട്ടുന്നുണ്ടെന്ന് അവർക്ക് കാര്യം കൊണ്ട് വേഗം എത്തിക്കണം വേണ്ട. അതാണെങ്കിൽ എത്ര നാളിങ്ങനെ കെടുക്കും, എത്രയും പെട്ടെന്ന് അവർക്ക് എല്ലാം കാര്യങ്ങൾ ചെയ്ത് അതല്ല. ഇനിയിപ്പോ അതിന്റെ വലിയ ഘട്ടം എന്നുള്ളത് അച്ഛനമ്മയും നഷ്ടപ്പെട്ട് ചെറിയ മക്കളാണ്. അവര് എങ്ങനെ അവരെ ഞാൻ പറയണെങ്കിൽ നോക്കാൻ മനസ്സുള്ളവര് നല്ല ആൾക്കാര്, നല്ലൊരു അച്ഛനമ്മമാര് വരികയാണെങ്കിൽ കൊടുക്കണം. ബന്ധുക്കളെ വിട്ട് കളിച്ചവരിട്ട ചില ബന്ധുക്കൾ നല്ല പൊന്നു പോലെ നോക്കണവരുണ്ട്. ഒരിക്കൽ എല്ലാവരും പറഞ്ഞ് നമ്മൾ ചിലതിൽ കാണുമ്പോൾ ബന്ധുക്കൾക്ക് ഭാരമാണ്. അങ്ങനെ ആ ഒരു ഭാരമായിട്ടുള്ളവർ ആരെടുക്കാനേക്കാൾ നല്ലതൊരു പുണ്യാണ്. ഒരാൾക്ക് മക്കളില്ലാത്തവർക്കായാലും നോക്കാൻ മനസ്സുള്ളവർക്കെല്ലാം അവരുടെ മക്കൾ. പക്ഷേ ഈ മനസ്സുള്ളവർ ഇപ്പൊ പറയണ പോലെ ആവരുത്. നോക്കുകയാണെങ്കിൽ നോക്കണം. ചെറിയ കുട്ടികൾക്ക് മുലവട്ടം പോയ അങ്ങനെ പറയാൻ പാടില്ല. എന്താ മക്കള് മുല കൂട്ടുന്നത് ഒരു മോശമായിട്ടുള്ള വാക്കൊന്നും പോയവർക്ക് നെഗറ്റീവ് ഇടുക, അതൊക്കെ എന്താ നെഗറ്റീവ് അല്ല. ഏറ്റവും വൃത്തികെട്ട 4 മനുഷ്യന്മാരുടെ ഫോട്ടോയാണ് നമ്മൾ കണ്ടത്. ഒക്കെ ആ പെൺകുട്ടർ അച്ഛന്റെ പ്രായമുണ്ട്, ഒരുത്തന്നെ രണ്ടെണ്ണത്തിനൊക്കെ ആ പെൺകുട്ടർ അച്ഛന്റെ പ്രായമുള്ളവന്മാരാ. കാർത്തൂന്റെ പ്രായ കൂട്ടുള്ളല്ലോ, അതിന് ചെറിയ കൂട്ടുള്ളല്ലോ, അവർക്ക് എത്ര ഫുഡ് കൊടുത്താലും അവർക്ക് മുല കൂട്ടുന്ന ആ ഒരു അവർക്ക് ആ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമൃദ്ധി കുട്ടി കൊടുക്കുന്നുണ്ട്. ആ കുടിച്ചാട്ടിന് ഉറങ്ങി എടുക്കുമ്പോൾ ആ കിട്ടുന്ന സമൃദ്ധി അവർക്ക് ഏത് ഭക്ഷണത്തിനും കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വീട്ടിൽ ഭക്ഷണം ഇല്ലാണ്ടല്ല നമ്മൾ മുല കൂട്ടുന്നത്. അത് ആ കുട്ടികളുടെ ആരോഗ്യത്തിനായാലും എല്ലാത്തിനും കുട്ടികൾക്ക് ലിറ്റർ കണക്കിനുണ്ടോ, കുറച്ച് പാല് തരുക, എന്തൊക്കെ വാക്കുകളാണ്. ഒരു പെൺകുട്ടി ഒരു അത് വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വയനാട് ഇനി ഉരുള് പൊട്ടുന്ന പറഞ്ഞ സ്ഥലത്ത് അയാളും അയാളുടെ ഭാര്യ 2 കുട്ടികളും കൊണ്ട് പോയി അത് കൊടുക്കാം എന്ന് വിചാരിച്ച് അതിന് നെഗറ്റീവ്. എന്തിനും നെഗറ്റീവ് മാത്രം കാണുന്ന കുറച്ച് ജനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പം ലാലേട്ടൻ പോയി, ശരിയോ തെറ്റോ എന്തോ ആവട്ടെ, എന്നെ സംബന്ധിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ ആ മനുഷ്യൻ അവിടെ പോയി നമുക്ക് ആലോചിച്ചാൽ അവിടെ എത്രയും അവിടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം, ചെളിയും കാര്യങ്ങളും, അവിടെ ഒക്കെ നടക്കാനുള്ളൊരു മനസ്സാൾ കാണിച്ചിട്ടോ. വണ്ടിയില് കാഴ്ച കണ്ടിട്ട് ഇറങ്ങി വരികയാണെങ്കിൽ നമുക്കിത് പറയാൻ പറ്റും. അല്ല അപ്പൊ മോഹൻലാലിനാണ് എല്ലാവരും എടുത്തിട്ട് ഇതാക്കണത്. അല്ലെങ്കിൽ നമുക്ക് ആരോടും പേഴ്സണലായിട്ട് ഒന്നും ആയിട്ടില്ല. പക്ഷെ അങ്ങനെ ചെയ്യാനുള്ള മനസ്സിനും കൂടി ആൾക്കാർ തളർത്തിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ അത് കണ്ടിട്ട് അത് കാണുമ്പോഴായിരിക്കും ഇപ്പം നമ്മളിവിടുന്ന് പലരും പോയിട്ട് വീഡിയോ ഉണ്ടെന്ന് അങ്ങനെയാണ്. നമ്മളെ ഒരിക്കലും ടി വിയിൽ കാണുന്ന ഒരു അവസ്ഥയോ കാഴ്ചയോ അല്ല അവിടുത്തെ അവസ്ഥ, ഭയങ്കര ഇതാണെന്ന് പറയുമ്പോൾ അത് കണ്ടിട്ട് കാശുള്ള ആൾക്കാർ ആൾക്ക് എന്തെങ്കിലും കൂടുതൽ ചെയ്യാൻ പറ്റും, അതൊരു ഭാഗ്യമല്ലേ അല്ലേ?
നമുക്ക് ഒന്നും ചെയ്യാൻ നമ്മളോട് കൂട്ടി പറ്റുന്നെങ്കിൽ നമ്മളെന്താ നെഗറ്റീവ് പറയാൻ നിൽക്കുന്നത്, നെഗറ്റീവ് ഇടാൻ തന്നെ നിൽക്കുന്നത്, നമുക്ക് ഒന്നിനും പറ്റില്ല. ലാലേട്ടന്റെ മേല് ചളിയാക്കിയില്ല, അതൊക്കെ കണ്ടുപിടിക്കാനുള്ള നേരം അവനവന്റെ പറ്റാവുന്ന നമ്മളിവിടെ ഫോൺ ചെയ്തിട്ട് നെഗറ്റീവ് കമന്റ് ഇടുന്ന നേരം നമുക്ക് പറ്റണതിന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. നമ്മള് അറിവില് എല്ലാ സ്ഥലത്തും നടന്ന് കണ്ടു കാര്യങ്ങളൊക്കെ പറയണ്ട്. എന്നാലും എന്താ ബാത്റൂമിൽ പോണോ ഉള്ളിൽ നോക്കത്തേക്ക് അല്ല കുണിക്കണി കുണിക്കണി വിളിച്ചോക്കിയേ നമ്മള് കുറേ ദിവസം നേരം അമ്പലത്തിൽ പോയി മനസ്സിന് സമാധാനം കിട്ടിയതല്ലേ ദൈവം. നമുക്ക് ആരുള്ള ദൈവം മാത്രമേ ഉള്ളൂ. എന്ത് കാര്യം വേണമെങ്കിലും അവരെ വിളിക്കുക, അല്ലാണ്ട് നമ്മളെ രക്ഷിക്കാൻ ആരും ഇല്ല ലോകത്ത്. ദൈവത്തിനെ വിളിക്കുക, അത്രേ ഉള്ളൂ. ദൈവം രക്ഷിക്കണമെങ്കിൽ രക്ഷിക്കണല്ലേ, അത്രേ ഉള്ളൂ. നമ്മുടെ നാടിനെ ഒരാളായിട്ടല്ല, നാട് മൊത്തം ഇനി ഇങ്ങനെ ഒരു ദുരിതമില്ല ഇല്ലാണ്ടിരിക്കണം. മഴക്കാലം എന്ന് പറഞ്ഞാൽ സത്യം നമുക്ക് പേടി സ്വപ്നമായി. മഴക്കാലം സത്യമാണ്. മഴക്കാലത്ത് മഴ ആസ്വദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, കാര്യങ്ങളുണ്ട്. ആ ആൾക്കാർക്ക് എല്ലാവർക്കും ഇപ്പം മഴക്കാലം ഇപ്പം നമ്മൾ വയനാട് പോകുമ്പോൾ നമ്മൾ കൊതിച്ചു പോവും ആ വയനാട് പ്രകൃതി. ഞാനും ഗൾഫിന്ന് എന്തായാലും ഒരു കൊല്ലം കൂടുമ്പൊക്കെ വരാറുണ്ട്. എന്നാലും ആ മഴക്കാലം കാണാൻ എൻ്റെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. മഴക്കാലത്ത് നാട്ടില് എൻ്റെ ഒരു ആഗ്രഹം, അതായത് മഴ പെയ്യുന്ന നേരത്തെ ഒരു കട്ടൻ കാപ്പി കുടിച്ച് സിറ്റ് ഔട്ടിൽ ഇരിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹങ്ങളായി. ഇപ്പം മഴ എന്ന് പറയുമ്പോൾ പേടി, സത്യം പറയാലോ. ഇപ്പം ഞാൻ മഴ കണ്ടിട്ടേക്ക് കുറേ മഴ കാണുന്നുണ്ട്, അല്ലാണ്ട് പറഞ്ഞിട്ടല്ലേ മഴക്കാലം പേടിയായിട്ട് നിൽക്കണം. ഇപ്പം ഗൾഫുകാർ തന്നെ പറയില്ലേ, മഴക്കാലം നാട്ടിലുണ്ടായിട്ട് കുറേ കാലമായി, ഇവിടുത്തെ ചൂടത്ത് മാറി നിന്നിട്ട് അല്ലെങ്കിൽ ഓണം കൂടിയിട്ട് കുറേ കാലമായി. ഇതെല്ലാം അവിടെ എന്നെ പറ്റാവുന്നവർ അവിടെ നിന്ന് ആഘോഷിച്ചോളൂ. അവിടെ ഉണ്ട് ദുരന്തങ്ങളുണ്ട് പറഞ്ഞിട്ടല്ലേ. ഇപ്പൊ വളരെ അവിടെ ഇവിടെ ഒന്നുമല്ല, എല്ലായിടത്തും എല്ലാവരുടെ അവസ്ഥ ദൈവത്തിന്റെ കയ്യിൽ തന്നെയാണ്. ദൈവം തന്നെ ഇറങ്ങി വരണം നമ്മളൊക്കെ രക്ഷിക്കാൻ. വല്ല പെരിയറിന്റെ കാര്യത്തിൽ വേറെ ആരും ചിന്തിച്ചില്ല, ദൈവം തന്നെ നില ഇറങ്ങേണ്ടി വരും നമ്മുടെ കാര്യത്തിലൊക്കെ. ലോകാവസാനം എന്ന് പറഞ്ഞത് ഇതിന്റെ ഓരോ സൂചനകളായി കൂടാതുമില്ല, അതും പറയാം. എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര വിഷമം എന്ന് വെച്ചാൽ, ഞാൻ ഒരു രാത്രി എല്ലാവരും കിടന്നിറങ്ങിയാലും ചിലപ്പോൾ അമ്മമാർ മക്കളെ പഠിപ്പിച്ചിട്ട് ഇപ്പോൾ കുണക്കരയിൽ പഠിപ്പിക്കും, ഞാൻ ചീത്ത പറയും, അടിക്കും. ചില നേരങ്ങളിൽ മക്കളല്ലേ അവിടെ അടിയൊന്നുമില്ല, ചീത്ത പറഞ്ഞ് ഇതൊക്കെ നമ്മൾ ഇതാക്കും. ചീത്ത പറയുമ്പോൾ നല്ല ചീത്ത പറയും. കുണക്ക് അതൊക്കെ ശ്രദ്ധിക്കാണ്ടല്ലേ. അങ്ങനെയൊക്കെ പഠിപ്പിച്ചും കളിച്ചും ചിറിച്ചും ഭക്ഷണം കഴിച്ചപ്പോൾ പിണങ്ങിയും ഒക്കെ കിടന്ന് നേരം കൊടുക്കുമ്പോഴേക്കും ആരും ഇല്ല, ചിലരുണ്ട് ചിലരില്ല, എല്ലാവരും ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ. ഓ അതേമേ ഇങ്ങനെയാണ് അവർ തരണം ചെയ്തായിട്ട്. ഇത് പാവം നമ്മളൊക്കെ എന്നും കൊതിയോടെ കണ്ടിരുന്ന സ്ഥലമാണ് വയനാട്. ഞാൻ പറഞ്ഞു പഠിക്കണമെങ്കിൽ പഠിച്ച് വരട്ടെ. നമ്മൾ പഠിപ്പിക്കാന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അച്ഛനമ്മമാര് പഠിപ്പിക്കാനാണ്. ഞാൻ ഇനി ചീത്ത പറയാനായിട്ട് ഞാൻ പിന്നെ പറഞ്ഞു ചീത്ത കുണുക്കെല്ലാം ശ്രദ്ധിച്ചെന്ന് പഠിച്ചോളൂ. അങ്ങനെയാണ് ഞാൻ ചീത്ത പറയാറുണ്ട് കേട്ടോ. കുണുക്കെന്നെ പഠിക്കുന്ന കാര്യത്തിൽ ചീത്തൊക്കെ പറയും. അപ്പോൾ ഇനി ഞാൻ ചീത്ത പറയാനില്ല, സത്യം പഠിപ്പിക്കാൻ ചീത്ത പറയില്ല, ഞാൻ നിർത്തി. എന്ന് വെച്ചാൽ നാളത്തെ ഇങ്ങനെ നമുക്ക് കുറ്റബോധം ഓരോ മക്കളും അങ്ങനെ കാണും. കുട്ടികളുടെ ബോഡി ഇങ്ങനെ കൊണ്ടുവരിക. നമുക്കിത് പുറമേറ്റ് തോന്നില്ല, നമ്മുടെ മക്കളായിട്ട് തോന്നുള്ളൂ. അതാണ് നമുക്ക് ഏറ്റവും നമുക്ക് എന്താ പറയുക, പുറമക്കാരായിട്ട് ഒക്കെ നമ്മുടെ മക്കളെന്തെങ്കിലും നമുക്ക് തോന്നുന്നവരൊക്കെ. ഈ ദുരന്തത്തിന്റെ ഉള്ളില് നമ്മള് വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് വരും പറഞ്ഞിട്ട് നമ്മുടെ ജീവിതമാർഗം ഇതാണല്ലോ. അപ്പൊ അതുകൊണ്ട് നാളെ തൊട്ട് നമ്മളും വീഡിയോ ഇട്ടു തുടങ്ങണ്ട. അപ്പാപ്പാന്ന് വിളിക്കും, കുടിക്കാൻ പാപ്പ അത് വിളിക്കുമ്പോ കുഞ്ഞിക്കണം. കാലത്ത് അപ്പാപ്പ വിളിക്കുമ്പോ കുടിക്കും വന്നിട്ട് അപ്പാപ്പ അത് വിളിച്ചിട്ട് വന്നവനെ പോയാ. അപ്പം നാളെ തൊട്ട് നമ്മുടെ ലൈഫിൽ ഉള്ളതൊക്കെ നമ്മളും വീഡിയോ ഇട്ട് തുടങ്ങുകയാണ്. അപ്പം ഇന്ന് നമ്മൾ കുറേ ആൾക്കാർ നമ്മൾ ചോദിച്ചുകൊണ്ടുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ വന്നു. നമുക്കും ജീവിക്കണം, നമുക്കും ഇപ്പോൾ സത്യം നമ്മളിപ്പോൾ ഇത് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയത് നമ്മുടെ അക്കൗണ്ടിൽ നടക്കുന്ന കാശ് കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യണം. അപ്പോൾ ഞങ്ങളെ മാത്രം കാശൊന്നുമല്ല, നിങ്ങളും കൂടിയും സപ്പോർട്ട് ചെയ്ത് നിങ്ങളിൽ നിന്ന് കിട്ടിയ തുച്ഛമായ കാര്യം കേട്ടോ. ചെറിയൊരു കാര്യം, എല്ലാവരും ചെയ്തേക്കാളും ഏറ്റവും വലിയ ചെറിയ കാര്യം ഞങ്ങൾ ചെയ്യുന്നത്. എന്നാലും അതിൽ നമുക്കൊരു സംതൃപ്തിയോട് കൂടിയിട്ട് നമ്മൾ ചെയ്യും. നമ്മൾ നല്ല മനസ്സോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്, അതിന് ചെയ്യുക. കുടിക്കുമ്പോൾ അയച്ചത് പല്ല അയച്ചിൻ്റെ അയച്ചിട്ട് നേരത്തെ കിടന്ന് തുടങ്ങിയില്ല. മാമൻ തിന്നാണ്ട് മാമൻ തിന്നില്ല ഇന്നലെ. അപ്പച്ചും മാറ്റി അപ്പച്ചില്ല. ഇന്ന് കടാണോ? എപ്പോഴാ തരിക? രാത്രി ഒന്നും തരുള്ളൂ.
ഡിമാൻഡ് ഉമ്മയ്ക്ക് ഡിമാൻഡാ ഉമ്മയ്ക്ക് ഡിമാൻഡാ. കാർത്തൂൻ്റെ കുറേ ഉമ്മ മേടിക്കും. അമ്മീ കാർത്തൂൻ്റെ കുറേ ഉമ്മ മേടിക്കും. എനിക്ക് തരില്ലോ. ഞാൻ എൻ്റെ മോൻ വറ്റ എൻ്റെ മോൻ വന്നിട്ട് കുറേ പാവല അച്ഛനിലെടുത്തേക്കണ നിന്നെ കെട്ടിപ്പിടിച്ചാരാ? എന്താണ് ചപ്പിളി മുക്ക്? ചപ്പിളി മുക്ക് കപ്പടം മുക്ക കിട്ടിക്കുന്നത്. ചപ്പിളി മുക്ക അല്ല മോളെ ശുന്തിരി മുക്കടി ബ്രഷ് എടുത്ത ആണോ? അതിന് വിഷമായിന്നാ ചുമതലത്ത് ഞാൻ ചെറുതായിട്ടെങ്കിലും നോവിക്കണ്ടല്ലോ. ഞാൻ അപ്പൊ കൊക്കച്ചി അതൊക്കെ പുതിയ പേരിട്ടു. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ ദുരന്തത്തിലൊക്കെ ഇത്ര വലിയ പ്രശ്നം നമ്മുടെ വീട്ടിലെ മനസ്സമാധാനം ഇവരുടെ കൂടെയുള്ള കളിയും ചെറിയ മാത്രമാണ് ഇവരുടെ ഉള്ളത്. അപ്പം ഇനി എന്തായാലും നാളോട്ട് നമ്മുടെ ലൈഫ് നമുക്ക് ജീവിക്കണം. നമ്മുടെ മണ്ണികൾക്ക് നമുക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പിടിക്കുന്നത് നമ്മുടെ ഈ വ്ളോഗും കാര്യം തന്നെയാണ്. കാര്യം തീർത്തും പറയണം, നമ്മളെ വരുമാനം വ്ളോഗ് തന്നെയാണ്. എന്തപ്പോ തുറക്കത്തെ വെച്ചത് എന്റെ പിറന്നാളായപ്പോ എനിക്ക് ദുബായിൽ നിന്നുള്ള ചേച്ചി ഡ്രസ് തന്നു. ചേച്ചി വരുമ്പോത്തെ അതൊക്കെ അവരെ മനസ്സെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആൾക്കാർ പറയും നിങ്ങൾ പറയിപ്പിക്കണ. അപ്പൊ അങ്ങനെ അപ്പൊ ഇതാണ് നമ്മുടെ വീട്ടിലെ അവസ്ഥകൾ. കാരണം അപ്പൊ നാളോട്ട് നമ്മുടെ വീഡിയോകളും കാര്യങ്ങളും ഇടണതാണ്. ഇത്ര ദിവസം ഇടാത്തതിൻ്റെ കാരണം ഇതാണ്. നമ്മൾ പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ നഷ്ടപ്പെട്ടവർക്ക് അത് മറക്കാനുള്ള മനക്കെട്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കണേ. എന്താ പ്രാർത്ഥിക്കല്ലേ? എന്തോ ഒരവസ്ഥ, ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. എന്താ വെച്ചാൽ നമുക്കിത് ആരോഗ്യം സത്യം നെഞ്ചത്തൊരു വേദന ഇടയ്ക്ക് കൂടുതലായിട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൈ ഇങ്ങനെയൊക്കെ വേദന കട കൈ ഇങ്ങനെ തരിക്കാൻ തോന്നും. കൈ ഇങ്ങനെ തണുത്തു തണുപ്പില്ലേ? ചെറുതായിട്ട് പോയാലാ പോ. ബായ് പറഞ്ഞു ബ്രഷ് എടുത്തേ.